വയനാട് മേപ്പാടി ചൂരൽമല റോഡിൽ വയോധികയുടെ മരണത്തിനിടയാക്കിയ അപകടം ബോധപൂർവമെന്ന് പോലീസ്. പോക്കറ്റ് റോഡിൽ നിന്ന് സ്കൂട്ടർ കയറിയതുമായി ബന്ധപ്പെട്ട തർക്കമാണ് വാഹനമിടിച്ചുള്ള കൊലപാതകത്തിന് കാരണം എന്നാണ് സൂചന. കേസിൽ കാസർഗോഡ് സ്വദേശികളായ 5 പ്രതികൾക്കെതിരെയും കൊലപാതക കുറ്റം ചുമത്തി. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി. സുർജിത്ത്, ഇത് ബോധപൂർവമായി ഉണ്ടാക്കിയതാണ്, അതായത് ഒരു വയോധികയെ കൊലപ്പെടുത്തുകയായിരുന്നു, ഒരു നിസാര തർക്കം എന്ന തരത്തിൽ അത് പോലീസ് സ്ഥിരീകരിച്ചോ? മേപ്പാടി ചൂരൽമല റോഡിലാണ് വയോധികയുടെ മരണത്തിനിടയാക്കിയ അപകടം. അത് ഒരു അപകടമല്ല, അത് ബോധപൂർവം ഉണ്ടാക്കിയതാണ് എന്ന് പോലീസ് പറഞ്ഞിട്ടുള്ളത്. സ്കൂട്ടർ പോക്കറ്റ് റോഡിൽ നിന്ന് കയറിയതുമായി ബന്ധപ്പെട്ടൊരു തർക്കമുണ്ടാകുന്നു. അതിനെ തുടർന്ന് അതൊരു കൊലപാതകം ആണ് എന്നതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഒരു വയോധികയുടേതാണ്, അത് അവരെ കൊല ചെയ്യുകയായിരുന്നു എന്ന തരത്തിൽ ഇപ്പോൾ 5 പേർക്കെതിരെ പോലീസ് കൊലപാതക കുറ്റവും ചുമത്തിയിട്ടുണ്ട്. കാസർഗോഡ് സ്വദേശികളാണ് ഈ പ്രതികൾ എന്ന വിവരമാണ്. ഒരു പോക്കറ്റ് റോഡിൽ നിന്ന് സ്കൂട്ടർ കയറിയതുമായി ബന്ധപ്പെട്ടുണ്ടായ നിസാര തർക്കം ഒരു കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു. അതൊരു അപകട മരണമല്ല വയോധികയുടേത് എന്ന വിവരമാണ് പോലീസ് നൽകുന്നത്. ചൂരൽമലയിലാണ് ഈ സംഭവം ഉണ്ടായത്. മേപ്പാടി ചൂരൽമല റോഡിലാണ് സംഭവം ഉണ്ടായത്. സുർജിത്ത്, പോലീസ് ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതൊരു അപകട മരണമല്ല, കൊലപാതകമാണ് എന്നത് പോലീസ് സ്ഥിരീകരിച്ചുകൊണ്ട് മറ്റ് എന്തൊക്കെ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നുണ്ട്? തീർച്ചയായും ഇതൊരു അപകട മരണമല്ല, അതൊരു കൊലപാതകം തന്നെയാണ്. അത് കൃത്യമായ രീതിയിൽ ഒരു ആസൂത്രണം നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്ന കാര്യം. മേപ്പാടി പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയത്. കാസർഗോഡ് സ്വദേശികളാണ് പ്രതികൾ. ഇതിൽ അപകടമുണ്ടായത് കഴിഞ്ഞ 8-ാം തീയതിയാണ്. 8-ാം തീയതി ബിയുമയും ഒപ്പം തന്നെ കൊച്ചുമകൻ അഫ്ലഹും ചേർന്ന് അവർ സ്കൂട്ടറിൽ ചൂരൽമല റോഡിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. ഈ ഘട്ടത്തിലാണ് കാസർഗോഡ് സ്വദേശികളായ 5-അംഗ സംഘം, ഒരാൾ പ്രായപൂർത്തിയാകാത്ത ആളാണ്, ഇവർ 5-അംഗ സംഘം ഒരു ബൊലേരോയിൽ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. ഇവർ വന്ന് ഈ പോക്കറ്റ് റോഡിൽ നിന്ന് കയറിയതുമായി ബന്ധപ്പെട്ട് വാക്കേറ്റം ഉണ്ടായി. ആ വാക്കേറ്റം അത് പിന്നീട് ഈ സ്കൂട്ടർ ഈ വാഹനത്തിന് മുൻപാകെ കടന്നുപോയിട്ടും ഇവർക്ക് സ്ഥലമുണ്ടായിരുന്നു പോകാൻ. എന്നിട്ട് സൈഡ് നൽകിയിട്ട് ഇവർ പിറകിൽ ഹോണടിച്ച് ഇടിക്കട എന്നൊക്കെ ആക്രോശിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഇതിനുശേഷം ഈ വാഹനം നേരെ ചെന്ന് ഈ പ്രായമായ ബിയുമയും ഒപ്പം തന്നെ ഈ അഫ്ലഹും സഞ്ചരിച്ചിരുന്ന ഈ സ്കൂട്ടറിന് പിറകിൽ ചെന്ന് ഇടിക്കുകയായിരുന്നു. ഈ ഇടി ബോധപൂർവമായി ഉണ്ടാക്കിയതാണ് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ബോധപൂർവമായി സൃഷ്ടിച്ച ഒരു ഇടിയാണ്. ഇതേ തുടർന്ന് വലിച്ചെടുത്താണ്, അതായത് ഈ വാഹനം പൊക്കിയെടുത്താണ് അഫ്ലഹിനെ പുറത്തെടുത്തത്. ബിയുമ തെറിച്ചു വീണിരുന്നു. ഇതേ തുടർന്നാണ് അവിടെ തന്നെ, അതായത് അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്ന ഘട്ടത്തിൽ തന്നെ ബിയുമ മരിച്ചിരുന്നു. 71 വയസ്സാണ് അവരുടെ പ്രായം. ഈ പ്രതികളായിട്ടുള്ള ആളുകൾ എല്ലാവരും തന്നെ 21 വയസ്സിന് താഴെയുള്ള ആളുകളാണ്. ഇതിൽ 4 പേർ മാത്രമാണ് 18 വയസ്സ് പൂർത്തിയായവർ. ബാക്കി ഒരാൾ പ്രായപൂർത്തിയാകാത്ത ആളാണ്. ഇതുമായി ബന്ധപ്പെട്ട്, അപകടവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ തന്നെ അഖിൽ എന്ന കാസർഗോഡ് പെരുമ്പള സ്വദേശിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. ഇവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള പ്രശാന്ത്, നിതിൻ നാരായണൻ, നിധി, പിന്നെ പ്രായപൂർത്തിയാവാത്ത ഒരാൾ എന്നിവരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവർക്കെതിരെ എല്ലാം തന്നെ കൊലപാതക കുറ്റമാണ് ചുമത്തിയിരുന്നത്. ഇതിൽ ദൃക്സാക്ഷിയായിട്ടുള്ള ആളുണ്ട്, രാജേഷ് എന്ന് പറയുന്ന ഒരു ഓട്ടോ ഡ്രൈവർ. അദ്ദേഹം ബൊലേറോ കൂടി ഓടിക്കുന്ന ആളാണ്, എസ്റ്റേറ്റിലെ ജീവനക്കാരനാണ്. അദ്ദേഹം ഈ വാഹനത്തിന് തൊട്ടുപിറകിലായി ഉണ്ടായിരുന്നു. ബോധപൂർവ്വം ചെന്നിടിക്കുകയായിരുന്നു. അതിന് പിന്നിൽ ഒരു ആസൂത്രിതമായ ഒരു ശ്രമമുണ്ട് എന്നുള്ള തരത്തിലുള്ള വെളിപ്പെടുത്തൽ നമ്മളോട് കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. എന്തായാലും ഇതിൻ്റെ എല്ലാം തന്നെ അടിസ്ഥാനത്തിൽ മേപ്പാടി SHO ആയിട്ടുള്ള ജയപ്രകാശാണ് ഇതുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിച്ചത്. ഇതേ തുടർന്നാണ് ഈ 4 പേരെയും കൂടി പിടികൂടാൻ പോലീസ് തീരുമാനിക്കുന്നത്. ഇവരെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചു വരുത്തി ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കി. ഉച്ചയ്ക്ക് ശേഷം തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ട്. എന്തായാലും ഒരു വയോധികയുടെ മരണം, ആ മരണം അത് കൊലപാതകമാണ് എന്നുള്ള തരത്തിൽ, അതായത് ബോധപൂർവം ചെന്നിടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു. അത് മേപ്പാടി SHO ആയിട്ടുള്ള ജയപ്രകാശിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ കേസ് അന്വേഷിക്കുകയും ഇപ്പോൾ മറ്റ് 4 പ്രതികളെ കൂടി പിടികൂടുകയും ചെയ്തു. അതിലൊരാളെ ജുവനൈൽ കോടതിയിൽ ഹാജരാക്കും. മറ്റുള്ളവരെ ഇപ്പോൾ നിലവിൽ കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞിട്ടുണ്ട്. അനുജ, വയനാട് മേപ്പാടി ചൂരൽമല റോഡിലാണ് വയോധികയുടെ മരണം സംഭവിച്ചത്. അത് വാഹനം ബോധപൂർവം ഇടിച്ചുള്ള കൊലപ്പെടുത്തലാണ് എന്നതാണ് പോലീസ് പറയുന്നത്. പോക്കറ്റ് റോഡിൽ നിന്ന് സ്കൂട്ടർ കയറിയതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് എന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ 5 പേർ ഇതിൽ പ്രതികളായിട്ടുണ്ട്. കാസർഗോഡ് സ്വദേശികളാണിവർ. 5 പേർക്കെതിരെയും കൊലപാതക കുറ്റം ചുമത്തി ഒരാളെ ജുവനൈൽ കോടതിയിൽ ഹാജരാക്കും. മറ്റുള്ള 4 പേരെയും കോടതിയിൽ ഇതിനോടകം തന്നെ ഹാജരാക്കിയിട്ടുണ്ട് എന്നതാണ് സുർജിത്ത് അയ്യപ്പത്ത് നൽകിയ വിവരം.